Hello guys, welcome back to our YouTube channel. Today we are going to learn about accusative preposition, accusative possessive article and some important German words. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് accusative prepositions ഉം accusative possessive article ആണ്. പിന്നെ കുറച്ച് important German words ആണ്. ഇനി ഏതൊക്കെയാണ് accusative prepositions എന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് പ്രപ്പോസിഷൻ? പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡയറക്ഷനെയോ അല്ലെങ്കിൽ പൊസിഷനെയോ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയാ. ഓക്കെ, ഇംഗ്ലീഷിലാണെങ്കിൽ ടു, ബിറ്റ്വീൻ, ഓപ്പോസിറ്റ്, എഗെയിൻസ്റ്റ്, ഫ്രം, ത്രൂ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ വേർഡ്സിനെയാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജർമ്മനിൽ ഏതൊക്കെയാണ് പ്രപ്പോസിഷൻസ് എന്ന് നോക്കാം. അതും അക്യുസാറ്റീവ് പ്രപ്പോസിഷൻ. അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് പറയുമ്പോഴോ, അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ അക്യുസാറ്റീവ് കേസ്. അക്യുസാറ്റീവ് കേസ് ഏതാ? ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ പൊസിഷനെയോ ഡയറക്ഷനെയോ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗേഗൻ, ഓനെ, ദുർഷ്, ഫ്യൂർ, ദിസ്. ഇതൊക്കെയാണ് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ്. അക്യുസാറ്റീവ് പ്രപ്പോസിഷന്റെ ഫസ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഗേഗൻ. ഗേഗന്റെ മീനിങ് വരുന്നത് എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അറൗണ്ട്. അറൗണ്ട് എന്ന് പറഞ്ഞാൽ ടൈമിനെ സൂചിപ്പിക്കുന്ന അറൗണ്ട് ആണ്. അതായത് അറൗണ്ട് 8 o'clock, അറൗണ്ട് 9 o'clock അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അറൗണ്ടിന് നമ്മൾ ഗേഗൻ ജർമ്മനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. I speak against him. ഞാൻ അവനെതിരായിട്ട് സംസാരിച്ചു. ആരാണ് അവിടെ സംസാരിക്കുന്നത്? ആരാണ് അവിടുത്തെ സബ്ജക്റ്റ്? I ആണ് സബ്ജക്റ്റ്. അപ്പൊ I എന്താണ്? നോമിനാറ്റീവ് കേസ് ആണ്. അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്താണ്? സ്പീക്ക് അല്ലെ, സംസാരിക്കുക. അപ്പൊ അതാണ് അവിടുത്തെ വെർബ്. അപ്പൊ നമുക്ക് നോമിനാറ്റീവ് കേസും കണ്ടുപിടിച്ചു, വെർബും കണ്ടുപിടിച്ചു. ഇനി അക്യുസാറ്റീവ് കേസ്. അക്യുസാറ്റീവ് കേസ് എന്താ? ഡയറക്റ്റ് ആയിട്ട് ആർക്കാണ് ഈ സ്പീക്ക് ചെയ്യുന്നതിന്റെ ഫലം കിട്ടുന്നത്? ഹിം, അവന് അല്ലെ. അപ്പൊ ഹിം ആണ് അവിടുത്തെ അക്യുസാറ്റീവ് കേസ്. ഓക്കെ, സബ്ജക്റ്റ് കണ്ടുപിടിച്ചു, വെർബ് കണ്ടുപിടിച്ചു, അക്യുസാറ്റീവ് കേസ് കണ്ടുപിടിച്ചു. ഇനി അവിടെ ഒരു വാക്കും കൂടെ ഉണ്ട്. എന്താ? എഗെയിൻസ്റ്റ്. എഗെയിൻസ്റ്റ് നമ്മൾ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എഗെയിൻസ്റ്റ് ഗേഗൻ. ഗേഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് നമ്മൾ എഴുതേണ്ടത് അക്യുസാറ്റീവ് കേസിന് മുമ്പായിട്ടാണ്. അല്ലെങ്കിൽ അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അക്യുസാറ്റീവ് കേസ് ആയിരിക്കണം എഴുതേണ്ടത്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? Ich spreche gegen ihn. I speak against him. Ich spreche gegen ihn. അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. My mother comes around 2 o'clock. My mother comes around 2 o'clock. അപ്പൊ എങ്ങനെ വരും? Meine Mutter kommt gegen 2 Uhr. Meine Mutter kommt gegen 2 Uhr. Meine Mutter nominative case, kommt verb, gegen accusative preposition, 2 Uhr is the direct object. Okay, next preposition ആണ് ഓനെ. ഓനെ മീൻസ് വിത്തൗട്ട്. വിത്തൗട്ട് എന്നാണ് ഓനയുടെ മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. I am going without you. I എന്നുള്ളത് സബ്ജക്റ്റ്, going എന്നുള്ളത് വെർബ് ആൻഡ് യു എന്നുള്ളതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അവിടെ നമ്മൾ എന്താ? വിത്തൗട്ട് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജർമ്മനിലോട്ട് ആക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ് വരും, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വരും, തേർഡ് പൊസിഷനിൽ അക്യുസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് എഴുതും? അക്യുസാറ്റീവ് പ്രപ്പോസിഷൻ വിത്തൗട്ട് എഴുതും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് സെന്റൻസ് വരുന്നതെന്ന്. ഇഷ് ഗേ ഓണെ ദിഷ്. ഇഷ് ഗേ ഓണെ ദിഷ്. ഐ എം ഗോയിങ് വിത്തൗട്ട് യു. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഐ ഡ്രിങ്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ഐ ഡ്രിങ്ക് കോഫി without sugar. Ich trinke Kaffee ohne Zucker. Ich trinke Kaffee ohne Zucker. ohne എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അക്യുസാറ്റീവ് കേസിന് മുമ്പായിട്ടാണ്
എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്ത പ്രപ്പോസിഷൻ ആണ് ദുർഷ്. ദുർഷിന്റെ മീനിങ് ത്രൂ ആണ്. ഓക്കെ, ത്രൂ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ I am going through the tunnel. I am going through the tunnel. Ich gehe durch den Tunnel. Ich gehe durch den Tunnel. Ich എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് ആണ്, ഗേ എന്നുള്ളത് അവിടെ വെർബ് ആണ്, പിന്നെ ദുർഷ് ദേൻ ടണൽ ആണ് അക്യൂസാറ്റീവ് കേസ്. ഓക്കെ, ദുർഷ് എന്നുള്ളത് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ നോക്കിയാൽ I walk through the path. Ich laufe durch den Weg. Ich laufe durch den Weg. Okay. Next preposition ആണ് fure. ഫ്യൂറിന്റെ മീനിങ് ഫോർ എന്ന് തന്നെയാണ്. നമ്മൾ എവിടെയാണോ ഇംഗ്ലീഷിൽ ഫോർ യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഫ്യൂർ യൂസ് ചെയ്യാം. ഓക്കെ, ഫ്യൂർ എന്നുള്ളത് ഒരു അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. ഫ്യൂർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? അക്യൂസാറ്റീവ് കേസ് വേണം എഴുതാനായിട്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. The pizza is for you. The pizza is for dish. The pizza is for dish. Dish എന്നുള്ളത് എന്താണ്? അക്യൂസാറ്റീവ് കേസ് ആണ്. അതുകൊണ്ടാണ് ഫ്യൂർ കഴിഞ്ഞിട്ട് നമ്മൾ dish എഴുതിയിരിക്കുന്നത്. The pen is for you. The coolie is for dish. The coolie is for dish. Okay. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഉമ്മിന്റെ മീനിങ് അറ്റ് അല്ലെങ്കിൽ അറൗണ്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അറൗണ്ട് ദ ഏരിയ, ഒരു ഏരിയനെ ചുറ്റിപ്പറ്റി എന്ന് പറയാനായിട്ട് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ക്യാറ്റ് വാക്ക് അറൗണ്ട് ദ ടേബിൾ. ടേബിളിന് ചുറ്റും നടക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെ ഒരു ഏരിയനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. I come at 8 o'clock. I come at 8 o'clock. Ich komme 8 Uhr. Ich komme 8 Uhr. ഇനി the cat walk around the table. The Katze läuft den Tisch. The Katze läuft den Tisch. ഇതും അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ ഈ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന വേർഡ്സ് അക്യൂസാറ്റീവ് കേസിലായിരിക്കണം. ഓക്കെ, അക്യൂസാറ്റീവ് കേസിന്റെ ലാസ്റ്റ് പ്രപ്പോസിഷൻ ആണ് ബിസ് എന്ന് പറയുന്നത്. ബിസിന്റെ മീനിങ് ആണ് ടിൽ. എക്സാമ്പിൾ നോക്കിയാലോ. I wait until Monday. I wait until Monday. Ich warte bis Montag. Ich warte bis Montag. Okay, the library is open until Friday. The library is open until Friday. The bibliothek is bis Freitag geöffnet. The bibliothek is bis Freitag geöffnet. I will eat until the end of the meal. I will eat until the end of the meal. Ich esse bis zu dem Ende des Essens. Ich esse bis zum Ende des Essens. Okay. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യൂസാറ്റീവ് പൊസസീവ് ആർട്ടിക്കിൾ ആണ്. എന്താണ് പൊസസീവ് ആർട്ടിക്കിൾ? പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരുടെ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് പൊസസീവ് ആർട്ടിക്കിൾ. ഇപ്പോൾ മൈ കാർ, ഹിസ് കാർ, ഹെർ കാർ, അങ്ങനെയൊക്കെ നമ്മൾ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്. ഹിസ്, മൈ, ഹിം അങ്ങനെയൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിനെയാണ് പൊസസീവ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്യൂസാറ്റീവ് കേസ് പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആരുടെയാണെന്ന് കാണിക്കുന്ന ആർട്ടിക്കിൾസിനെയാണ് അക്യൂസാറ്റീവ് പൊസസീവ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്യൂസാറ്റീവ് കേസ് ഇപ്പൊ മസ്കുലീൻ വരുവാണെങ്കിൽ നമ്മുടെ പൊസസീവ് ആർട്ടിക്കിൾ മൈനൻ, ഡൈനൻ, സൈനൻ, ഇയറൻ, സൈനൻ, ഉൻസറൻ, ഓയറൻ, ഇയറൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി അക്യൂസാറ്റീവ് കേസ് ഫെമിനീൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ പൊസസീവ് ആർട്ടിക്കിൾസ് മൈനെ, ഡൈനെ, സൈനെ, ഇയറെ, സൈനെ, ഉൻസറെ, ഒയറെ, ഇയറെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി ന്യൂട്രൽ ആണ് വരുന്നതെങ്കിൽ മൈൻ, ഡൈൻ, സൈൻ, ഇയർ, സൈൻ, ഉൻസർ, ഒയർ, ഇയർ
ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി പ്ലൂറാൽ ആണ് വരുന്നതെങ്കിലോ meine, deine, seine, ihre, seine, unsere, eure, ihre. പ്ലൂറാല്, ന്യൂട്രാല്, ഫെമിനിൻ ഇത് മൂന്നും നമ്മുടെ നോമിനാറ്റീവ് കേസ് പോലെ തന്നെ സെയിം ആണ്. പക്ഷെ മസ്കുലീന് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. മൈനൻ ഒരു എൻഡില് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അക്യൂസാറ്റീവ് പൊസസീവ് ആർട്ടിക്കിൾസ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ജർമ്മൻ വേർഡ്സ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജർമ്മൻ വേർഡ്സ്. ഇത് നമുക്ക് ലേസൺ, ഹോറൻ, ഷ്രൈബൻസ്പ്രഷൻ ഒക്കെ B2 ലെവൽ എക്സാംസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. empfehlen to recommend, Ablehnung rejection, Beschäftigung employment, Untersuchungen to inquire, Versuchen attempt, Lebenswartung life expectation, beantragen move for application. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Cheers.